എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കാനുള്ളത് ഒരു SK സുനിൽ എന്ന ഒരു ഹതഭാഗ്യനെ കുറിച്ചാണ്. മോളുടെ ചികിത്സയുമായി മെഡിക്കൽ കോളേജിൽ വന്നു. അവസാനം അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു പരിതാപകരമായ അവസ്ഥയാണ് ആ കുടുംബത്തിനുണ്ടായത്. അതും മെഡിക്കൽ കോളേജ് വളപ്പിലുണ്ടായിരുന്ന വൃക്ഷത്തിലെ ശിഖരം ഒടിഞ്ഞു വീണ് അദ്ദേഹത്തിൻ്റെ മേലിൽ പതിച്ചു. അവസാനം അദ്ദേഹം മരണത്തിനു കീഴടങ്ങി. ഇത് എത്രാമത്തെ സംഭവമെന്ന് നമുക്ക് പറയാൻ വയ്യാത്തൊരവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഈ ആരോഗ്യ മേഖലയിൽ നാം ഓരോ ദിവസവും നമുക്ക് അറിഞ്ഞു വരുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ വളരെ ദുഃഖം തോന്നുന്നു. എനിക്ക് ഇതിനാരെയും കുറ്റം പറയാനില്ല. ഞാനിപ്പോൾ ഇതിൽ മന്ത്രി വീണ ജോർജിനെ രാജിവെക്കാനൊന്നും ഒക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ കാര്യമൊന്നുമില്ല. കാരണം ഈ ഉളുപ്പെന്നുള്ളത് അവർക്കില്ല. പോട്ടെ. ഇനി ഇത് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഹോസ്പിറ്റലിലെ ഭാരവാഹികൾ പറഞ്ഞ് ഇത് മെഡിക്കൽ കോളേജിൽ സംഭവിച്ചൊന്നുമില്ല, പുറത്തെങ്ങാണ്ട് ഏതോ മരം വീണ് സംഭവിച്ചാണ്. എന്തോ പോലീസിൻ്റെ റിപ്പോർട്ടിൻ്റെ ബേസിലാണ് മനസ്സിലായത്. ഇത് മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിൽ സംഭവിച്ച മെഡിക്കൽ കോളേജ് അതിൻ്റെ അധീനതയിലുള്ള മരത്തിലെ ശിഖരം വീണാണ് ഈ സുനിൽ മരണമടഞ്ഞത്. എനിക്ക് ഉള്ളൊരു റിക്വസ്റ്റ് കേരളത്തിലെ ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പറയുകയാണ്, സാധിക്കുകയാണെങ്കിൽ ആരോഗ്യമന്ത്രി ഒന്ന് ലീവ് എടുക്കുക. കാര്യം നിങ്ങൾക്കിപ്പോൾ ശനി ദിശയാണ്. ശനിയുടെ വലിയ മോശമായൊരു സമയത്ത് നിങ്ങൾ പെട്ടിരിക്കുകയാണ്. കാരണം നിങ്ങളുടെ മുഖത്തിന് തന്നെ നിങ്ങളുടെ മുമ്പുള്ള ഒരു എന്താ പറയുക, ഒരു പ്രസന്നത നിങ്ങളുടെ മുഖത്തിന് കാണാനില്ല. കാരണം അന്തരാത്മാവിൽ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ ചെയ്തത് എന്തൊക്കെയാണെന്ന്. അത് നിങ്ങളുടെ മുഖത്തിനും പ്രതിഫലിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ള ഏറ്റവും നല്ലൊരു കാര്യം, തൽക്കാലമായി ക്യാപ്റ്റനോട് പറഞ്ഞ് ഒരു ലോങ് ലീവ് എടുക്കുക. നിങ്ങൾ തൽക്കാലം മന്ത്രിമന്ദിരത്തിൽ ഇത് തന്നെ ആൾക്കാരെ കൊണ്ട് നിങ്ങൾക്ക് കുറേ ശിങ്കിടികളുണ്ട്. ആ ശിങ്കിടികൾ കൊണ്ട് നിങ്ങളുടെ പണികൾ ചെയ്യുക. കാരണം ഇവിടെ മരണനിരക്കൊന്നും നിൽക്കാൻ പാടില്ല. ഇനി ഇത് കഴിഞ്ഞ് അടുത്ത് മറ്റൊരു അതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കും. കാരണം ഇത് നിങ്ങളുടെ സമയദോഷമാണ്. നിങ്ങൾ ക്രിസ്ത്യാനി എന്നറിയാം, ബൈബിൾ ദൈവനാമത്തിലൊക്കെ പ്രാർത്ഥിച്ചെന്നൊക്കെ അറിയാം. പക്ഷേ ഇപ്പോൾ തിരുമേനിമാരൊന്നും നിങ്ങളെക്കുറിച്ച് പ്രാർത്ഥനയിൽ ആ പ്രാർത്ഥന നിങ്ങളുടെ പേരൊന്നും പെടുത്തുന്നില്ല. ആ കഷ്ടകരാണ് ഇപ്പോൾ മുന്നോട്ട് നിൽക്കുന്നത്. ആരുടെ ശാപമാണെന്നറിയില്ല. ശാപം പലരുടെയും ഉണ്ട്, ഒത്തിരി ആൾക്കാരുടെ ഉണ്ട്. ആ ശാപം നിങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ മൂലമാണ് ഈ ആരോഗ്യ രംഗം തകർന്ന് തരിപ്പണമാകുന്നുള്ള ആ സംസാരം ഒന്ന് നിർത്താം. അതിനുവേണ്ടി നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ള ഒരു ലോങ് ലീവ് എടുക്കുക. വീട്ടിൽ തന്നെ ഇരുന്ന് നിങ്ങൾക്ക് ഗൈഡൻസ് കൊടുക്കുക. നിങ്ങളുടെ ശിങ്കിടികൾ കൊണ്ട് ഇത് ചെയ്യുക. പിന്നെ കൂട്ടി നിങ്ങൾക്ക് 2 പ്രസക്ത വ്യക്തികളുണ്ട്, നല്ല കഴിവുള്ളതുണ്ട്. ഈ വാഴക്കുല സാധനം ഉണ്ടല്ലോ, എന്തോ വാഴക്കുല ഒക്കെ പേരും പറഞ്ഞാൽ എന്താ, ചിന്താ ജെറോം. നല്ല കഴിവുള്ളൊരു പെണ്ണാണ്. അതവർക്ക് ഈ റിസോർട്ടിലൊക്കെ താമസിച്ച് നല്ല പരിചയമാണ്. റിസോർട്ട് ജീവിതമൊക്കെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ്. അവരെപ്പോലെ മറ്റൊന്നുകൊണ്ട് ഒരു പി പി എന്ന് വെച്ചാൽ പി ദിവ്യ. അവർക്ക് ഒരുപാട് സതുദ്ദേശം പറഞ്ഞിട്ട് മനുഷ്യനെ കൊല്ലാനുള്ള കഴിവുള്ള ഒരു അപാര ശക്തിയുള്ള സ്ത്രീയാണ് ഈ പി വിദ്യ. ഈ 2 കൂടെ ഒന്ന് മന്ത്രിമന്ദിരത്തിൽ കൂട്ടിയിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാവപ്പെട്ടുകൊണ്ട് ഒരുപാട് ആക്ഷൻ കാണാത്ത കുറേ അധികം അപേക്ഷകൾ ഇവിടെ മെഡിക്കൽ കോളേജിൽ സെക്രട്ടേറിയറ്റിൽ കെട്ടിക്കിടപ്പുണ്ട്. അന്ന് കുറച്ച് പേപ്പറുകളിലൂടെ എടുത്ത് വീണാ മന്ത്രിയുടെ മന്ദിരത്തിൽ കൊണ്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ ആ പേപ്പറെല്ലാം ചിന്താ ജെറോമിനെ ഏൽപ്പിക്കുക. ചിന്താ ജെറോമിന് വല്ല TCSൊക്കെ എഴുതി കുറച്ചുകൂടെ ഡോക്ടറേറ്റ് എടുക്കാം. അതിൽ കൂടെ പുള്ളിക്ക് ജീവിക്കാം. കാരണം ഇപ്പോഴത്തെ ഇവിടെ സഹാത്തികളെന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ്. അവരാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ വില്ലന്മാരായി നടക്കുന്നത്, വില്ലത്തികളാണ്. അപ്പോൾ അവർക്ക് ഒരു 2-3 TCSൊക്കെ എഴുതിയാൽ വീണ്ടും PhD ഒക്കെ എടുക്കാൻ പറ്റും. അവർക്കിങ്ങനെ ഇവർക്കൊക്കെ നല്ല കാലങ്ങളാണ്. കുറച്ച് ആ യൗവനം
നശിക്കുന്നതിന് മുമ്പ് ഇവർക്ക് മാക്സിമം എത്ര കണ്ട് ഷൈൻ ചെയ്തതെല്ലാം അവർ ഷൈൻ ചെയ്തുകൊണ്ടിരിക്കണം. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും പാർട്ടി ചെയ്തു കൊടുക്കും, ഒരു കുഴപ്പമില്ല. ഈ മന്ത്രി വീണ ജോർജിനിപ്പോൾ ശകലം മോശം ടൈമാണ്. അവരെ സമാശ്വസിപ്പിക്കാനും ആരെന്ത് ആരോപണം ചെയ്താലും അതിനെങ്ങനെ മറുപടി കൊടുക്കണമെന്നൊക്കെ പിയും നമ്മുടെ ഈ വാഴക്കുരയും പറഞ്ഞു തരും. ചിന്താ ജെറോമും പി ദിവ്യം പറഞ്ഞു തരും. അപ്പം നിങ്ങൾക്ക് കമ്പനിയുണ്ട്, യു ഗോട്ട് എ വെരി ഗുഡ് കമ്പാനിയൻസ്. പിന്നെ ഒരു ഉപകാരം ചെയ്യണം, നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ അടുത്തൊരു കമ്പാനിയിലാണല്ലോ മന്ത്രി സജി ചെറിയ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വല്ല വിടുവായൊക്കെ വിടും, അത് സാരമില്ല. പക്ഷെ ഒന്ന് പറയണം, അച്ചായോ ഒന്നും ചെയ്യുമ്പോൾ അച്ഛൻ തൽക്കാലം എന്നെക്കുറിച്ച് ഒന്നും പറയരുതെന്നൊക്കെ ഒന്ന് രഹസ്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അദ്ദേഹം അത് കേൾക്കാം. ആൾ വലിയ ഒരു മനസ്സിൻ്റെ ഉടമയാണ് സജി ചെറിയാൻ. നമ്മൾ വിചാരിക്കുന്ന ആൾ വലിയൊരു മനസ്സ്, അയാളുടെ ശരീരത്തിൻ്റെ എത്ര ഇതാണോ വലുതാണോ അതുപോലെ അതിനേക്കാളും വലുതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ്. അത് ആർക്കും അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. വല്ലപ്പോഴും വല്ല കുടവും കുന്തവും കുടച്ചക്കുറവും എന്നൊക്കെ പറഞ്ഞ് സ്നേഹമുള്ള ആളാണ്. അപ്പോൾ സാധിച്ചാൽ ഉടൻ തന്നെ ഒരു ആപ്ലിക്കേഷൻ ക്യാപ്റ്റനെ ഏൽപ്പിക്കുക. ക്യാപ്റ്റൻ്റെ ഒരു വത്സലപുത്രിയാണല്ലോ, ക്യാപ്റ്റൻ എന്താവശ്യപ്പെട്ടാലും ചെയ്തു തരും, യാതൊരു കുഴപ്പമില്ല. അത് ആടാത്ത കപ്പലിൽ അങ്ങനെ അവിടെ ഇരിക്കുക, ലൈഫ് ബെൽറ്റൊക്കെ ഇട്ടായിരിക്കുന്ന മറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ക്യാപ്റ്റൻ ഇപ്പോൾ ദുബൈയിലെന്നാണ് അറിയുന്നത്. അസാജി ഇന്നൊരു വൈകുന്നേരം ഒരു ടിക്കറ്റ് നേരെ കണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ലെറ്ററൊക്കെ കൊടുത്ത് അത് വന്ന് അപ്രൂവ് ചെയ്ത് ഇവിടെ വരിക. നേരെ മന്ത്രിമന്ദിരത്തേക്ക് തൽക്കാലം കുറച്ച് നാളത്തേക്കൊന്ന് പുറത്തിറങ്ങാതിരിക്കുക. ഇതെല്ലാം ഒന്ന് സമാധാനമായി എല്ലാം ശാന്തമായതിനു ശേഷം പിന്നെ മന്ത്രിക്ക് അപ്പോഴത്തേക്ക് ഇലക്ഷൻ ആ സമയത്തൊക്കെ ഒന്ന് വീണ്ടും സഭാംഗങ്ങളെയൊക്കെ ചെന്ന് അവിടെ തിരുമേനി അവരൊക്കെ കണ്ടു കഴിഞ്ഞ് ആ തിരുമേനിയോട് ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് അവർക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുത്താൽ തിരുമേനിയൊക്കെ വേണ്ട ഇത് ചെയ്യും. നല്ല ദൈവമായിട്ട് അടുത്തിരുന്ന് വാചകവും ബൈബിൾ വാചകമൊക്കെ ചൊല്ലുന്നവരല്ലേ. അപ്പോൾ അത് അവർക്കൊക്കെ ഒരു മഹാശക്തിയാണ്. ഈ ശക്തിയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയും. അതുകൊണ്ട് വീണാമന്ത്രി കഴിയുന്നതും താൽക്കാലികമായിട്ട് ഈ ഭരണ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒന്നൊന്ന് ഒഴിവാക്കി ഒരു ചെറിയൊരു ലീവ് എടുക്കുക, മെഡിക്കൽ ലീവ്. ശമ്പളം എല്ലാം കിട്ടും, എല്ലാ ആനുകൂല്യം കിട്ടും, ഒന്നും വിഷമിക്കണ്ട. നിങ്ങളെ മാക്സിമം നല്ല രീതിയിൽ ക്യാപ്റ്റൻ നിങ്ങളെ അക്കോമഡേറ്റ് ചെയ്യും. നിങ്ങളുടെ കൂട്ടിനെ ഇവർ രണ്ടുപേരും കൂടെ വിളിക്കുക, ടൈം പാസിങ്ങിന് വരെയൊക്കെ ചെയ്യുക. പിന്നെ കുറേ ഈ ടീമുകളുണ്ട്, എന്തും പറയുന്ന കുറേ PR ടീമുണ്ട്, അവരെന്താ പറഞ്ഞാൽ അവർ വേണ്ടതൊക്കെ ചെയ്തു തരുന്നുള്ളൂ. കാരണം നിങ്ങളുടെ സമയം വളരെ മോശമാണ്. ഈ ശനിദശ മാറി അടുത്ത ശുക്രദശ വരും, അപ്പോഴത്തെ ഇലക്ഷൻ്റെ സമയമാവും. അന്ന് നിങ്ങൾക്ക് വീണ്ടും ചെറിയ പ്രവർത്തനമൊക്കെ നടത്തി നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ച് കയറാം. ഇല്ലെങ്കിൽ ഈ ഇതിന് പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നാളെ മഞ്ചേരിയിലായിരിക്കും എന്തെങ്കിലും വാർത്ത കിട്ടുന്നത്, അല്ലെങ്കിൽ കാലിക്കറ്റ് ഇത് എല്ലാ മെഡിക്കൽ കോളേജും ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കഴിയുന്നതും എത്രയും വേഗം നമ്മുടെ ക്യാപ്റ്റനെ കാണുക. ക്യാപ്റ്റനെ കണ്ട് ഈ ലീവ് ആപ്ലിക്കേഷൻ അത് താമസിക്കേണ്ട ഇന്ന് തന്നെ പോവുക. ഇന്നത്തെ ഏതെങ്കിലും നെക്സ്റ്റ് അവൈലബിൾ ഫ്ലൈറ്റ്സിൽ ആ പ്രകൃതി അത് ഫ്ലൈറ്റിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഈ പാവം പിടിച്ചവൻ്റെ നികുതി പണം ഇഷ്ടമാതിരി ഉണ്ട്. അത് ഗോപാലൻ മന്ത്രി അങ്ങനെയൊക്കെയുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്ത് തരും കേട്ടോ. സോ നമുക്ക് ഈ ശനിദശ ഒന്ന് മാറി കിട്ടുന്നത് വരെ ശുക്രൻ വരുന്നത് വരെയുള്ള സമയം വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ചുമ്മാ ഓരോരുത്തർ പ്രാക്കുമെല്ലാം കേട്ടാണ് നിങ്ങളുടെ മുഖത്തിൻ്റെ പ്രഭാവരിപ്പം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വേണ്ട, പ്ലീസ് ഇന്ന് തന്നെ പോയി ക്യാപ്റ്റനെ കാണുക, സാങ്ഷനിക്ക് അടുത്ത ഫ്ലൈറ്റിന് തിരിച്ചു വരിക. സെക്യൂരിറ്റിയോട് പ്രത്യേകിച്ച് അവിടെ ആരും കടത്തി വിടരുതെന്ന് മന്ത്രിമന്ദിരത്തിന്. പിന്നെ വന്ന് ഓരോ പ്രത്യേകിച്ച് പത്രക്കാർ വന്ന് എന്തെങ്കിലും ഗിരിഗിരാന്നും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അത് തടഞ്ഞു നിർത്താനുള്ള തൻ്റെയോടോ അതൊക്കെ എല്ലാം കൊണ്ട് നല്ല ധൈര്യമുള്ള കുട്ടിയാണ് ആ ചിന്താ ജെറോമും പി ദിവ്യയും. അവർക്കൊക്കെ അറിയാം എങ്ങനെ നിൽക്കണം. കാരണം പി ദിവ്യ ഈ കണ്ണൂർ പ്രോഡക്റ്റാണ്, എല്ലാ അതിനേക്കാളും നല്ലൊരു പ്രോഡക്റ്റാണ് ഈ സാധനം. ഇത് കൊല്ലം പ്രോഡക്റ്റാണ്. ഇവർക്കെല്ലാം കളികൾ നല്ലതുപോലെ കളിക്കാൻ അറിയാം. അത്രയും കളിയൊന്നും വീണാമന്ത്രിക്ക് അറിയില്ല. സോ എല്ലാവരും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ മന്ത്രിയുടെ ലീവ് സാങ്ഷനാകട്ടെ. ശനിദശ വരയ്ക്കും ശനിയുടെ അപഹാരമാണ്, അത് മന്ത്രിമന്ദിരത്തിൽ തന്നെ ഇരിക്കുക. ശുക്രൻ തുടങ്ങുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഈ
ലീവ് എടുക്കുന്ന വിവരം ഇത് കേൾക്കുന്ന എല്ലാ ശ്രോതാക്കളും മറ്റ് ശ്രോതാക്കളോടും ഒന്ന് പറയണം. ദിവ്യ മന്ത്രി ലീവ് എടുക്കുകയാണ്. ഇനി കുറച്ച് നാൾ വീട്ടിൽ നിന്നായിരിക്കരുത്. ഇനി വീണാ മന്ത്രിയെ കൊണ്ടൊരു കുഴപ്പമൊന്നുണ്ട്. ഇനി ആർക്കും ഈ നമ്മുടെ വീണാ മന്ത്രിയെ ബ്ലെയിം ചെയ്യാനും പറ്റില്ല. അവർ കുറച്ച് നേരം ലീവ് എടുത്തിരിക്കാൻ പോവുകയാണ്. എല്ലാവരും പറയുന്നുണ്ട്. ഇതിന് ആര് നോക്കിയാലും അവരെ ടാർണിഷ് പറഞ്ഞ് അവരങ്ങോട്ട് ടെൻഷൻ പിടിപ്പിക്കുകയാണ്. അതുകൊണ്ട് യു പ്ലീസ് ടേക്ക് എ ലീവ്. ബെസ്റ്റ് ഓഫ് ലക്ക്. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിൽ കൂടെ. ഞാൻ GK കുമ്പക്കാരൻ. താങ്ക് യു.